ഇന്ന് സൺഡേ ആയതുകൊണ്ട് നേരെ നാട്ടിലേക്ക് ട്രെയിൻ കയറി. റെയിൽവേ സ്റ്റേഷൻ എത്താനുള്ള ബസ് ടൈം അറിയാത്തതുകൊണ്ട് തലേ ദിവസം എടുത്ത റെന്റ് സൈക്കിൾ കൊണ്ടാണ് നേരെ റെയിൽവേ സ്റ്റേഷൻ എത്തിയത്. പോരുന്ന വഴിക്ക് ഇതേ കലൂര് മാർക്കറ്റിൽ പച്ചക്കറി ചന്ത കാണുന്നത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. 6:20 നമ്മൾ ട്രെയിൻ എത്തി. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ നാട്ടിലേക്ക് പോകുന്നത് ഈ ഒരു ഗുരുവായൂർ പാസഞ്ചറിലാണ്. കാരണം തിരക്കില്ലാതെ സുഖമായി പോകാം. പിന്നെ എനിക്ക് എളുപ്പവും അതാണ്. ട്രെയിൻ കയറിയതും ട്രെയിനിലെ ഓരോ കാഴ്ചകളും കണ്ടിരുന്നു. ഒരു 9 മണിയായപ്പോൾ ഗുരുവായൂർ എത്തി. പിന്നെ ഇവിടുന്ന് ഒരു ബസ് കയറിയ നേരെ വീടിന്റെ അടുത്ത് പോയി ഇറങ്ങാം. ബസ് കയറി വീടിന്റെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. സമയം ഏകദേശം ഒരു 10 ആയിരുന്നു. സത്യം പറയാലോ മരുഭൂമിയിൽ ചെന്ന് കയറി കൊടുത്ത അവസ്ഥയായിരുന്നു. ഭയങ്കര വെയിൽ. ഈ കാണുന്നതാണ് നമ്മുടെ പാടം. ഒരു തോടിന്റെ തുടക്കമാണ് ഈ കാണുന്നത് നിങ്ങൾ. പിന്നെ നേരെ വീട്ടിലെത്തി. ഇതാണ് എന്റെ വീട്. കുറച്ചുനാൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു സംഭവം തന്നെയാണ്. വിഷു ആവുന്നതിന്റെ ഭാഗമായി ഇത് കണിക്കുന്ന പൂത്തു തുടങ്ങിയിരിക്കുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ കസിന്റെ അടുത്ത് വിട്ടു. നമ്മുടെ തന്നെ ഒരു സ്റ്റാർട്ടപ്പായ മെൻട്രക്കിഡ് അക്കാദമിയുടെ ഒരു കോണ്ടന്റ് വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു ഇന്ന്. ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം 3 മണിയായി. അപ്പൊ പിന്നെ നേരെ ഫുഡ് അടിക്കാൻ വിട്ടു. പോണ വഴിക്കാണെങ്കിൽ വെയിലത്ത് നിന്ന് നേരെ കയറി ചെന്നത് മഴയത്തേക്ക്. അങ്ങനെ റെസ്റ്റോറന്റിൽ എത്തി 2 അൽഫാമും കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക്. വരുമ്പോൾ നാട്ടിൽ വ്യത്യസ്തമായ വഴികളിലൂടെയാണ് വന്നത്. അപ്പോഴാണ് ഇവന്മാരെ കാണുന്നത്. പിന്നെ പാടത്ത് വന്ന് കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ മഴ വീണ്ടും പെയ്തപ്പോൾ അപ്പോൾ നേരെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഈ മഴയോട് കൂടി ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു.